Hi friends, I'm Sarida Savior. Welcome to my channel. Today we are discussing on Aristotle's observations on poetry. Aristotle's poetics ne pattiyittum adile different chapters edokkeyannu njan already kazhinja videos upload cheyidittundu. Innu nammal കാണുന്നത് Aristotle's observation on poetry ആണ്. അതിൽ three different points ഉണ്ട് Aristotle പറയുന്നത്. ഒന്ന് its nature, its function and its emotional appeal ആണ്. Three different observations on poetry എന്ന് പറയുന്നത്. Its nature എന്ന് പറയുമ്പോൾ poet as an imitator like painter or any other artist ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. ഏതൊരു കലയും പോലെ തന്നെ ഏതൊരു കലയിലും ഇപ്പോൾ പെയിൻറ്റിങ്ങിലൊക്കെ ആണെങ്കിലും പെയിൻറ്റർ എങ്ങനെയാണോ ഒരു വസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്ത് വരയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് പോയറ്റ് തൻ്റെ കൃതിയിൽ കവിതയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇമിറ്റേറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് തലങ്ങളിലായിട്ട് ഇമിറ്റേഷൻ നടക്കാം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒന്ന് തിങ്സ് ആസ് ദേ വെയർ ഓർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ കുട്ടികളെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് തിങ്സ് ആസ് ദേ ആർ സെഡ് ഓർ തോട്ട് ടു ബി, എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. ഓട്ട് ടു ബി എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി, ശരിക്കും അത് അവർ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ വാട്ട് ഈസ് പാസ്റ്റ് ഓർ പ്രസൻറ്റ്, എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴവരെങ്ങനെയാണ്, എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴവരെങ്ങനെയാണ്, മറ്റുള്ളവർ എങ്ങനെയാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പിന്നെ മൂന്നാമത്തത് ശരിക്കും എങ്ങനെ ആകണം. ഇത് മൂന്നുമാണ് നേച്ചർ ഓഫ് പോയട്രിയിൽ അരിസ്റ്റോട്ടിൽ പറയുന്ന ത്രീ ഒബ്ജക്ട്സ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ എന്നാണ് നമ്മൾ കാണുന്നത്. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നത്. ഒരു കുട്ടി തൻ്റെ സംസാരം ആരംഭിക്കുന്നത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്. മുതിർന്നവർ സംസാരിക്കുന്നത് കണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് അരിസ്റ്റോട്ടിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി പോയറ്റിൻ്റെ കേസിൽ പോയറ്റിൻ്റെ ഉള്ളിൽ ഇൻബോൺ ആയിട്ട് ജന്മനാ ഉള്ള ഒരു കഴിവാണ് ഹാർമണി ആൻഡ് റിതം എന്ന് പറയുന്നത്. ഹാർമണി ആൻഡ് റിതം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഹാർമണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേർഡ്സിൽ കോൺസണൻസ് വവൽസ് ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന ഒരു ഹാർമണിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഋതം അതിൻ്റെ താളം എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഹാർമണിയും ഋതവും വരുമ്പോൾ മാത്രമാണ് ഒരു മെട്രിക്കൽ കോമ്പോസിഷൻ മീറ്റർ ആയിട്ട് നമ്മൾക്ക് കവിതയെ നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് ഇൻബോൺ ആയിട്ട് ഓരോ വ്യക്തിയിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നത്. അതേപോലെ അരിസ്റ്റോട്ടിൽ പറയുന്ന വേറൊരു കാര്യം, അരിസ്റ്റോട്ടിൽ പറയുകയാണ് പോയട്രി ഈസ് നോട്ട് ട്വൈസ് റിമോട്ട് ഫ്രം റിയാലിറ്റി. നമ്മൾ പ്ലേറ്റോ പഠിച്ചപ്പോൾ കണ്ടിരുന്നു ഇറ്റ്സ് ട്വൈസ് റിമോട്ട് ഫ്രം റിയാലിറ്റി. പോയട്രി എന്ന് പറയുന്നത് ട്വൈസ് റിമോട്ട് ഫ്രം റിയാലിറ്റി എന്നാണ് പ്ലേറ്റോ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്വൈസ് റിമോട്ട് ഫ്രം റിയാലിറ്റി, രണ്ട് പ്രാവശ്യം റിയാലിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നില്ല, മറിച്ച് അതിലൂടെ നമ്മൾ പറയുന്നത് പോയട്രിയിലൂടെ പറയുന്നത് ഇറ്റ് റിവീൽസ് ട്രൂത്ത് ഓഫ് എ പെർമനന്റ് ഓർ യൂണിവേഴ്സൽ കൈൻഡ്. പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായി നിൽക്കുന്ന ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ലോകത്തിലെ എല്ലായിടത്തും നടക്കാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് ഓഫ് ട്രൂത്ത്, സത്യസന്ധമായിട്ട് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെയാണ് അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാര്യത്തെയാണ്, യാഥാർത്ഥ്യത്തെയാണ് തൻ്റെ കവിതയിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അപ്പോൾ ടു പ്രൂവ് ദിസ് അരിസ്റ്റോട്ടിൽ മെയ്ഡ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പോയട്രി ആൻഡ് ഹിസ്റ്ററി. ഇത് എന്താണ് എന്ന് പറയാനായിട്ട്, ഇത് സത്യം തന്നെ ആണോ കവിതയിലൂടെ കവി പറയുന്നത് എന്ന് പറയാനായിട്ട് ഒരു കമ്പാരിസൺ അരിസ്റ്റോട്ടിൽ നടത്തുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ വാട്ട് ഹാസ് ഹാപ്പൻ, പാസ്റ്റാണ് എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത്, നടന്ന കാര്യങ്ങളാണ്. അപ്പം വാട്ട് ഹാസ് ഹാപ്പൻഡ്, നടന്ന കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഓൾറെഡി സംഭവിച്ച കാര്യമാണ് അതിലൂടെ പറയുന്നത്. എക്സ്പ്രസ് ദ പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവചരിത്രമാണ് എങ്കിൽ പോലും അത് നടന്ന കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യത്തെയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് അവിടെ പറയുന്നത്. ഒരിക്കലും അത് വേറെ ഒരു രാജ്യവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്ത്യയിലെ പർട്ടിക്കുലർ ആയിട്ട് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് എക്സ്പ്രസ് ദ പർട്ടിക്കുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയട്രിയിൽ വാട്ട് മേ ഹാപ്പൻ ആണ്.
സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് പോയട്രിയിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മോർ ഫിലോസഫിക്കൽ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയട്രിയിൽ മോർ ഫിലോസഫിക്കൽ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യമായതുകൊണ്ട്, ഫ്യൂച്ചറിൽ വരാൻ സാധ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് അതിനെ ഫിലോസഫിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഹിസ്റ്ററിയേക്കാളും ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഫിലോസഫിക്കൽ ആയതുകൊണ്ടും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുന്നത് കൊണ്ടും പോയട്രി എന്ന് പറയുന്നത് ഹിസ്റ്ററിനേക്കാളും ഫിലോസഫിക്കൽ ആണ്. അതേപോലെ ഹിസ്റ്ററിയുടെ മേലെ നിൽക്കുന്നതാണ് പോയട്രി എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് എക്സ്പ്രസ് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ എവിടെയും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെയാണ് പോയട്രിയിലൂടെ പോയിട്ട് പറയുന്നത്. അത് ഇപ്പം പറയുന്നത് നമ്മളുടെ അടുത്ത് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും അതിലെ ക്യാരക്ടേഴ്സും അതിൽ നടക്കുന്ന സംഭവങ്ങളും എവിടെയും നടക്കാം എന്നതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്രസ് യൂണിവേഴ്സൽ എന്ന് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ദ പിക്ചേഴ്സ് ഓഫ് പോയട്രി. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടൽ, പിക്ചേഴ്സ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ട്രൂത്ത് പ്ലസ് ഫാക്ട് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ പ്ലേസസ് ആൻഡ് ടൈം ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിക്ചേഴ്സ് ഓഫ് പോയട്രിയിലൂടെ നമ്മളുടെ മുൻപിലേക്ക് വെക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് സത്യവും യാഥാർത്ഥ്യവും കൂടി മിക്സ് ചെയ്യപ്പെടുന്നതാണ്. ആ സത്യവും യാഥാർത്ഥ്യം നമുക്ക് ഏത് സാഹചര്യത്തിലും ഏതൊരു സമയത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് ഇവിടെ അരിസ്റ്റോട്ടൽ അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണ് എങ്കിൽ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു യൂണിവേഴ്സൽ ആണ് എന്നാണ് അരിസ്റ്റോട്ടൽ അഭിപ്രായപ്പെടുന്നത് എന്ന് പറഞ്ഞിരുന്നു. യൂണിവേഴ്സൽ ആണ് പോയട്രി എന്ന് പറഞ്ഞു. ഇപ്പോൾ സോൾട്ടറി റീപ്പർ, വേർഡ്സ്വർത്തിന്റെ സോൾട്ടറി റീപ്പർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ളൊരു കവിതയാണ് സോൾട്ടറി റീപ്പർ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി റീപ്പ് ചെയ്യാണ്, ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് റീപ്പ് ചെയ്യാണ്. ആ വയൽ എന്ന് പറയുന്നത് നമ്മളുടെ പരിചിതമായിട്ടുള്ള ഒരു വയലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ വയലിനെ നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നു. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നിന്ന് പാടുന്നത് നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒരു വയലും നമ്മൾക്ക് പരിചിതമായിട്ട് ഒരു സ്ത്രീ അവിടെ നിന്ന് കൊയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ അവൾ പാട്ട് പാടുന്നു, അത് നമ്മൾ കേൾക്കുന്നതായിട്ടും അതിൻ്റെ എക്കോ നമ്മളുടെ ചെവിയിൽ അലയടിക്കുന്നതായിട്ടും നമ്മൾക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾക്കത് സാധ്യമാകുന്നത്. ഇതുതന്നെയാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത് ട്രൂത്ത് പ്ലസ് ഫാക്ട്സ് വിച്ച് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ പ്ലേസസ് ആൻഡ് ടൈം. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സൽ ആണ് എന്നാണ് അരിസ്റ്റോട്ടിൽ ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് പോയട്രിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലേറ്റോയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ ഫംഗ്ഷൻ ഓഫ് പോയട്രി എന്ന് പറയുന്നത് പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത്. പ്ലഷർ ഈസ് ദ എൻഡ് ഓഫ് പോയട്രി. അവിടെ ടീച്ച് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത് എങ്കിൽ ഇവിടെ അരിസ്റ്റോട്ടിൽ പറയുക പ്ലീസ് ചെയ്യുക, പ്ലഷർ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ് എൻഡ് ഓഫ് പോയട്രി. പോയട്രി എന്ന് പറയുന്നത് ക്രിയേറ്റഡ് വിത്ത് 2 ഇൻസ്റ്റിങ്സ് ആണ്. 2 കാര്യങ്ങൾ ഒന്ന് ചേർന്നിട്ടാണ് പോയട്രി ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇമിറ്റേഷനും മറ്റേത് ഹാർമണി ആൻഡ് റിതം. ഇത് രണ്ടും വേണം പോയട്രിക്ക് എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പോയട്രി ഉണ്ടായിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുടെ ഇടയിൽ പ്ലഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്ലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സന്തോഷിപ്പിക്കേണ്ടത് ഒരു റീഡറിനെ മാത്രമല്ല, വായനക്കാരനെ മാത്രമല്ല, മറിച്ച് കവിയെയും വായനക്കാരനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയണം എന്നാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നത്. ഫോർ അരിസ്റ്റോട്ടിൽ പോയറ്റിക് പ്ലഷർ ഇസ് മോറൽ പ്ലഷർ. അപ്പോൾ അതേപോലെ തന്നെ അരിസ്റ്റോട്ടിൽ ഇവിടെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്ലഷർ ആയിരിക്കണം. എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്ലഷർ ആയിരിക്കരുത്, നെഗറ്റീവ് ആയിരിക്കരുത്, പോസിറ്റീവ് പ്ലഷർ ആയിരിക്കണം ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലഷർ ദാറ്റ് ക്രിയേറ്റഡ് ഫ്രം പോയട്രി ഷുഡ് ബി മോറൽ, ഷുഡ് ബി പോസിറ്റീവ്. ഇറ്റ് ഷുഡ് ഗീവ് പോസിറ്റീവ് പ്ലഷർ ടു ദ റീഡർ. റീഡറിന് ഒരു പോസിറ്റീവ് പ്ലഷർ കൊടുക്കാനായിട്ട് ഈ പോയട്രിയിലൂടെ സാധിക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അടുത്തത് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ആണ്. ട്രാജഡി ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പോയട്രി എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അരിസ്റ്റോട്ടിലിൻ്റെ അഭിപ്രായം അനുസരിച്ച് ട്രാജഡിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അരിസ്റ്റോട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ പോയട്രിയിലാണെങ്കിൽ കൂടിയും അവിടെ ട്രാജഡിക്കാണ് കൂടുതൽ ട്രാജിക് ആയിട്ടുള്ള, അതായത് ട്രാജിക് സബ്ജക്റ്റ് ആയിട്ടുള്ള തീം വരുന്ന രീതിയിലുള്ള പോയട്രിക്കാണ് അരിസ്റ്റോട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇമീഡിയറ്റ് അപ്പീൽ ടു ഇമോഷൻസ് ആണ് ആയിരിക്കണം എന്നാണ് പോയട്രി എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അതായത് പോയട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസിന് പെട്ടെന്ന് തന്നെ
കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയട്രി ആയിരിക്കണം. ട്രാജഡി അറോസസ് ദ ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. നമ്മളുടെ ഉള്ളിൽ പിറ്റിയും ഫിയറും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രാജഡിയിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വായനക്കാരൻ്റെ ഉള്ളിലേക്ക് കടക്കത്തക്ക രീതിയിൽ ട്രാജഡി ഉപയോഗിക്കണമെന്ന് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നു. പിറ്റി എന്ന് പറയുന്നത് അറ്റ് ദ അൺഡിസേർവ്ഡ് സഫറിങ് ഓഫ് ദ ഹീറോ. അതായത് ഹീറോ എന്ന് പറയുന്നയാൾ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഗുഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, നല്ല പെരുമാറ്റമുള്ള നല്ലൊരു മനുഷ്യൻ. അയാൾക്ക് സംഭവിക്കുന്ന അവിചാരിതമായിട്ടുള്ള സഹനങ്ങൾ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സഹനങ്ങളല്ല, മറിച്ച് അയാൾക്ക് മോശം വരുത്തുന്ന രീതിയിലുള്ള സഹനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ വായനക്കാരുടെ ഇടയിൽ എന്തുണ്ടാക്കും? പിറ്റി ഉണ്ടാക്കും, അയ്യോ ദയനീയം എന്ന രീതിയിലുള്ളൊരു ഫീൽ ഉണ്ടാക്കും. ഫിയർ എന്ന് പറയുന്നത് ഈ വായിക്കുന്ന വായനക്കാരൻ്റെ ഇടയിലേക്ക് അയാൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ചിന്തയാണ് ഈ ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഴ്സ് ദാറ്റ് മേ ബിഫോൾ ഹിം. ഈ പറയുന്ന ഹീറോയ്ക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്ത ഒരു വായനക്കാരൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ അതിനെയാണ് ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ്. ഇപ്പോൾ വായനക്കാരൻ ഇത് കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാവുന്ന ഈ പിറ്റി ആൻഡ് ഫിയർ എന്ന് പറയുന്നത് ഓൾറെഡി ഈ വായനക്കാരൻ്റെ ഉള്ളിൽ പിറ്റി ആൻഡ് ഫിയർ വേറെയുണ്ട്. കവിത വായിക്കുന്നതിലൂടെ അയാളുടെ ഉള്ളിലുള്ള പിറ്റി ആൻഡ് ഫിയറിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നത്. അതിനെയാണ് കഥാസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട്, ആ സങ്കടത്തിൻ്റെ മേലെ ഞാൻ ഒരു കവിത വായിക്കുമ്പോൾ ആ കവിതയും സങ്കടം നിറഞ്ഞതാകുമ്പോൾ എനിക്ക് കരയാനായിട്ട് സാധിക്കുന്നു. ഞാൻ കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സങ്കടം എന്ന് പറയുന്ന ഇമോഷനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ഇറ്റ് ഗീവ്സ് ദ മൈൻഡ് ഫ്രീ ഔട്ട്ലെറ്റ്. ഫ്രീ ഔട്ട്ലെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കവിത വായിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടവും മറിച്ച് ഞാൻ കവിത വായിച്ചപ്പോൾ എനിക്കുണ്ടായ സങ്കടവും കൂടി ചേർന്ന് ഞാൻ കരയുകയും അങ്ങനെ എൻ്റെ മനസ്സിനെ ഫ്രീ ആക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ റിലീവിങ് ദ സോൾ ഓഫ് ദെയർ എക്സസ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കടത്തിൽ നിന്ന് എനിക്ക് ഫ്രീ ആവാനായിട്ട്, എനിക്ക് എന്നെ തന്നെ റിലീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഇവിടെ അരിസ്റ്റോട്ടിൽ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ കഥാസിസ് എന്ന് പറയുന്ന ടേം അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വി വിൽ ബിക്കം നോബ്ലർ ദാൻ ബിഫോർ. അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഓവർ പവേർഡ് ആയിട്ട് നിന്നിരുന്ന ഇമോഷൻസിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, അതിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി നോബിളായിട്ട് മാറാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് സങ്കടം പറഞ്ഞു, ദേഷ്യമാവാം, ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് എങ്കിലും ആ ഇമോഷൻസിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചും കൂടി നോബിളറായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഒരിക്കലും ഹാംഫുൾ അല്ല എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വയ്ക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇമോഷൻസ് ഉണ്ടാവുമ്പോഴാണ് അതിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. റീഡറിൽ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ, ഇത്തരത്തിലുള്ള ഇമോഷൻസിനെ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ ആ റീഡർ കുറച്ചും കൂടി നോബിളറായിട്ട് മാറും എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയട്രിയുടെ ഒബ്സർവേഷൻ ഓഫ് പോയട്രി ബൈ അരിസ്റ്റോട്ടിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.